തൃശൂരിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. പൂച്ചട്ടിയിൽ സ്കൂൾ മുറ്റത്ത് മരം വീണ് കാർ തകർന്നു. വിദ്യാർത്ഥിയെ സ്കൂളിലാക്കാൻ വന്ന രക്ഷിതാവിന്റെ കാറിന് മുകളിലാണ് മരം വീണത്. കൊഴുക്കുഴിയിൽ വീടിന്റെ മുകളിലെ ഷീറ്റ് പറന്നുപോയി. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും കടപുഴകി. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ വീശിയ ചുഴലി വൻ നാശമാണ് വിതച്ചത്. 7ഓളം വാഹനങ്ങൾക്ക് മുകളിൽ വൻമരങ്ങൾ കടപുഴകി വീണു. ഭാരതീയ വിദ്യാഭവന്റെ LKG വിഭാഗത്തിലെ കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നു. തൂണുകൾ തെറിച്ചുപോയി. നിരവധി കുട്ടികൾ ഈ സമയം ക്ലാസ്സിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്ന് അധ്യാപകരും ദൃക്സാക്ഷികളും പറയുന്നു. നല്ലൊരു കാറ്റ് ശരിക്കും വന്നു. ആ സമയത്ത് കുട്ടികൾ സത്യം പറഞ്ഞാൽ എല്ലാവരും സേഫ് ആയിരുന്നു. ആരും നടന്നു, എല്ലാവരും കയറി ഇതിൻ്റെ അകത്തേക്ക്. അതാണ് വലിയൊരു ആശ്വാസം. ഇവിടെ ഈ വണ്ടി ഇറക്കിയിട്ട് 3 കുട്ടികൾ നിൽക്കണമെന്ന് അവർ ടീച്ചറെ കാർ എടുക്കണമെന്ന്. ആ കാറുമിക്ക് മരം വീണ കാരണം കുട്ടികൾ അടിയിൽ വിട്ടില്ല. പൂച്ചട്ടിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള കൊഴുക്കുള്ളിയിലും ചുഴലിക്കാറ്റ് നാശം വിതച്ചു. വീടിന് മുകളിലെ ഷീറ്റുകൾ പറന്ന് റോഡിലേക്കെത്തി. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. അതിഭീകരമായൊരു അപകടമാണ്. ഒരു പക്ഷേ കുറെ ഭാഗ്യം കൊണ്ടും പിന്നെ ഈ ഇടപെടൽ കൊണ്ടും ഒക്കെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. തൃശ്ശൂരിലെ വിവിധയിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങളാണ് കടപുഴകി വീണത്. പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു. വൈദ്യുതി തടസ്സപ്പെട്ടു. ആളപായം ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം. റിപ്പോർട്ടർ, തൃശ്ശൂർ.